ഇന്ദ്രജിത്തിൻ്റെയും പൂർണിമയുടെയും മകളും ഗായികയുമായ പ്രാർത്ഥന സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. നച്ചു അഭിനയ വഴി തിരഞ്ഞെടുത്തപ്പോൾ പാട്ടിലായിരുന്നു പ്രാർത്ഥനയുടെ താല്പര്യം. +2 കഴിഞ്ഞതിന് പിന്നാലെ US-ൽ പോയി മ്യൂസിക് പഠിച്ചിരുന്നു താരപുത്രി. അഡ്മിഷൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കിയത് അവൾ തന്നെയായിരുന്നു. ഇന്ദ്രനും പൂർണിമയും ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല. സ്റ്റേജ് ഷോയൊക്കെയായി സജീവമാണ് അവൾ. അച്ചമ്മ പരിപാടി കാണാൻ വരണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ടെന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞിരുന്നു. അവളുടെ ഇംഗ്ലീഷ് പാട്ടുകളൊന്നും എനിക്കറിയത്തില്ല. പിന്നെ വരാമെന്ന് പറഞ്ഞ് ഞാൻ ഒഴിയാറാണ് പതിവ്. അവളുടെ ഇഷ്ടം അനുസരിച്ചാണ് വസ്ത്രം ഇടുന്നത്. അതിലൊന്നും ഇത്രയധികം വിമർശനത്തിൻ്റെ ആവശ്യമില്ല. അഭിമുഖങ്ങളിലെല്ലാം കൊച്ചുമകളെക്കുറിച്ച് വാചാലയാവാറുണ്ട് മല്ലിക സുകുമാരൻ. പ്രാർത്ഥനയെയാണ് അവർ വീട്ടിന് പേര് നൽകിയത്. സോഷ്യൽ മീഡിയയിലൂടെയായി തൻ്റെ വിശേഷങ്ങളെല്ലാം പങ്കിടാറുണ്ട് പ്രാർത്ഥന. പ്രിയപ്പെട്ട പൂച്ചയെ കാണാതായതിനെക്കുറിച്ച് പറഞ്ഞുള്ള കുറിപ്പും താരപുത്രി പങ്കുവച്ചിരുന്നു. ഇതെൻ്റെ ബേബി ടൈഗറാണ്. 1 വർഷം മുൻപായിരുന്നു ഇവളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. കാർ ഗാരേജിൽ നിന്നായിരുന്നു ഇവളെ എനിക്ക് കിട്ടിയത്. പുറത്തൊക്കെ കാണുന്ന പോലെയുള്ള സാധാരണ പൂച്ചയായിരുന്നു തുടക്കത്തിൽ അവൾ. പിന്നെയാണ് ഞാൻ അവളുടെ കണ്ണുകൾ ശ്രദ്ധിച്ചത്. നിറയെ സ്നേഹവും വാത്സല്യവുമൊക്കെയായി തികച്ചും വ്യത്യസ്തമായിരുന്നു അവൾ. ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും നിഷ്കളങ്കവും വിധേയത്വവുമുള്ള ജീവിയാണവൾ. എൻ്റെ മോശം അവസ്ഥയിലും അവൾ എനിക്കൊപ്പമുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് വന്നിരിക്കും. എല്ലാം മനസ്സിലായതുപോലെ. ഞാൻ ഹാപ്പി മൂഡിലാണെങ്കിൽ അവൾ എനിക്ക് ചുറ്റും ഓടിപ്പാഞ്ഞ് നടക്കും. അത്രയും അടുപ്പമായിരുന്നു ഞങ്ങൾ തമ്മിൽ. എൻ്റെ കുട്ടിയെപ്പോലെയാണ് ഞാൻ അവളെ കൊണ്ടു നടന്നിരുന്നത്. അവൾക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിലും അവളുടെ നോട്ടത്തിലൂടെ ആ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞതാണ്. ഒരാഴ്ച മുൻപാണ് ടൈഗുവിനെ എനിക്ക് മിസ്സായത്. പുറത്ത് കളിക്കാനൊക്കെ വിടാറുള്ളതാണ്. ഈ ചുറ്റുപാടൊക്കെ അവൾക്ക് പരിചിതമാണ്. ഗേറ്റിന് പുറത്തെ ലോകം അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കാം അവൾ പുറത്തേക്ക് പോയത്. 1-2 ദിവസത്തിനകം തിരികെ വരുമെന്നായിരുന്നു ഞാൻ കരുതിയത്. ഒരാഴ്ചയായി ഇപ്പോൾ. അവൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അത് ഓർക്കുമ്പോൾ വിഷമമാണ്. മറ്റുള്ള പൂച്ചകളോടൊപ്പം അവളും ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ടാകും എന്നോർത്ത് ഞാൻ സ്വയം ആശ്വസിക്കുന്നു. അതേ സമയം എന്നിലെ അമ്മ ഫീലിങ്സിൽ അവളെ ഓർത്ത് ആദിയാണ്. അവളെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അവൾ വീണ്ടും വീട്ടിലേക്ക് വരുന്നതിനായി കാത്തിരിക്കുകയാണ് ഞാനെന്നുമാണ് പ്രാർത്ഥന കുറിച്ചത്.